രാഹുൽ ഇപ്പം രാഹുലിനെ ഒരു ദിവസം രാഹുലിന്റെ അമ്മ അടുത്ത് വിളിച്ചിട്ട് മോനെ രാഹുലേ നിന്നോടൊരു സത്യം ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞേ ഒക്കൂ എന്ന് പറഞ്ഞിട്ട് പറയാണ് ഇതല്ല നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. ഇതാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മണ്ടത്തരം. DNA ടെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ മണ്ടത്തരമാണ്. സയന്റിഫിക്കലി അച്ഛൻ ആരാന്ന് തെളിയിക്കാം. തീവ്ര ഇടത് തിയറിയാണ്. അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ അമ്മ കാണിച്ചു തരുന്ന ആളാണ് അച്ഛൻ, അല്ല ശാസ്ത്രീയപരമായി നമുക്കൊരു അച്ഛൻ. ചെക്ക് ചെയ്തിട്ടുണ്ടോ? അമ്മ ചെക്ക് ചെയ്തിട്ടുണ്ടോ? അല്ല അച്ഛൻ ചെക്ക് ചെയ്തിട്ടുണ്ടോ? അത് അമ്മ മാത്രം സത്യം, അച്ഛൻ സത്യമല്ലേ? അതിപ്പോ അച്ഛൻ വേണ്ട അമ്മ മാത്രം മതി എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. രണ്ടും വേണം. അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്ന ആ ഒരു കെയർ ഗീവിങ്ങും കാര്യങ്ങളും മറ്റാർക്കും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. അമ്മ കല്യാണം കഴിച്ചയാളാണ് എന്റെ അച്ഛൻ എന്ന് കുഞ്ഞു ചോദിച്ചിട്ടില്ല. കുഞ്ഞിന് വേണ്ടത് അച്ഛനും അമ്മയാണ്. ഒരേ ഒരു കാര്യം, ഇപ്പൊ നമ്മൾ എല്ലാവരും ഇവിടെ ഇപ്പോൾ കല്യാണം കഴിക്കണോ കുട്ടികൾ ഉണ്ടാവാൻ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പൊ അച്ഛനും അമ്മയുടെയും പേര് പോരെ, നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്ക് പഠനങ്ങൾ തന്നെ തെളിയിക്കുന്ന കാര്യം സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഫിഫ വേൾഡ് കപ്പ് വരെ കഴിഞ്ഞു, ഒരുപാട് പ്രഡിക്ഷൻ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്ര പ്രവചനങ്ങൾ ഉണ്ടാവുന്നത്? കാരണം മനുഷ്യൻ എന്നും സർട്ടനിറ്റി, പ്രെഡിക്റ്റബിലിറ്റി, നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനുള്ളൊരു ആഗ്രഹം, സ്റ്റെബിലിറ്റി, ഇതെന്നും ഏതൊരു മനുഷ്യനും ഉണ്ട്. ഈ ജനിക്കുന്ന കുട്ടിക്ക് എൻ്റെ അച്ഛനും അമ്മയും എന്നും ഇവർ തന്നെ ഒരുമിച്ച് എന്നോടൊപ്പം ഉണ്ടാവുമോ, എനിക്കിപ്പോൾ കിട്ടുന്ന സന്തോഷം എന്നും ഉണ്ടാവുമോ എന്നറിയാനുള്ളൊരു താല്പര്യം, ആഗ്രഹം, ഇതെല്ലാം ആ കുട്ടിയുടെ സെക്യൂരിറ്റിയും ബാധിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് വിവാഹം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ആ കുട്ടിയുടെ നാളെ കുറിച്ചുകൂടി ആലോചിക്കണമെങ്കിൽ ഒരു വക്കീലിന് പൈസ കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ ജയിലുകൾ നോക്കിക്കഴിഞ്ഞാല് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ അച്ഛൻ കുട്ടീനെ ഉണ്ടാക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ അമ്മ അച്ഛൻ ഇങ്ങനെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ബേസ് ചെയ്തിട്ട് ഈ മൊത്തം കാര്യങ്ങളെ കല്യാണത്തിന് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അദൃശ്യരാക്കപ്പെട്ടു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഞങ്ങൾ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് കോടതിയിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയ കാലം കുറെ നമ്മൾ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതിന്റെ ഒരു പ്രധാന കാരണം എന്നുവെച്ചാൽ ലെസ്ബിയൻ ഗേ ആളുകൾക്ക് ഇവിടെ മാരേജ് റൈറ്റ്സ് ഇല്ല. ബന്ധങ്ങളുടെ കൊണോട്ടേഷൻ മാറിക്കഴിഞ്ഞു. പഴയ കാലത്തെ വിവാഹമല്ല ഇന്നത്തെ കാലത്തെ വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ഇതില് വിവാഹത്തില് ഈ കുട്ടികളെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വെറും ഒരു പാർട്ട് മാത്രമാണ്. അത് മാത്രം അല്ല, അതിനകത്ത് ജനറേഷൻ നിലനിൽക്കണമെന്നാണ്. അല്ല, അനില് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കുട്ടികളെ ഉണ്ടാക്കാൻ കല്യാണം കഴിക്കേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങൾ. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് പഠിക്കുന്ന കാലത്ത് പഴയ കാലത്തൊക്കെ ആൾക്കാർ പറഞ്ഞു വരുത്തിയ സാധനമാണ്. വിവാഹം കഴിച്ചാലേ കൊച്ചുണ്ടാവും, അതിന്റെ ആവശ്യമില്ലെന്ന് ഇപ്പൊ ഏത് കുഞ്ഞിന് പോലും അറിയാം. ലോകത്തില് വെൽഫെയർ സ്റ്റേറ്റുകളാണ് മിക്കവാറും എല്ലാ രാജ്യങ്ങളും. അതുകൊണ്ട് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് കുഞ്ഞുങ്ങൾ. അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഒരു സമൂഹത്തിന്റെ അല്ല. സമൂഹം അവർക്ക് കെയർ ചെയ്യാം. എന്റെ കുഞ്ഞ് എന്റെ ഉത്തരവാദിത്തമാണ്, അല്ല നാട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്. അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് മനുഷ്യ സമൂഹം ഇത്ര സുന്ദരമായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും കുറവുകളുണ്ടെങ്കിലും ഇതിന്റെ പിന്നില് വിവാഹം കൊടുക്കുന്ന വലിയൊരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ഉണ്ട്. സ്ത്രീയുടെയും പുരുഷന്റെയും മനഃശാസ്ത്രങ്ങൾ, ഫിസിയോളജി തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ആദ്യം കുറെ കാലം ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുക, ജീവിച്ചു കഴിഞ്ഞതിന് ശേഷം മാരേജ് കഴിക്കുക. മാരേജ് കഴിഞ്ഞാൽ പോലും മാരേജ് ആണ് വേണ്ടെന്ന് പറഞ്ഞാലേ ആ സ്ത്രീ കൊണ്ടുപോയി പറയും വർഷങ്ങളോളം അതിനുള്ള പെണ്ണിന് പോവാം. പെണ്ണ് സാർ ഇപ്പൊ എന്താ അറിയോ, പണ്ട് പറയാം ആണ് തട്ടി തൂത്തിട്ട് പോകുന്നു, ഇന്ന് പെണ്ണ് തട്ടി തൂത്തിട്ട് പോവാണ്. അല്ലേ വർഷങ്ങളാ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആണ് വർഷങ്ങളോളം ജയിലിൽ കിടക്കും. സാർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ രണ്ടുപേര് തമ്മിൽ ഇഷ്ടമാണ്, അവർ ലിവിങ് ടുഗദർ കുറച്ച് നാൾ ജീവിക്കുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പാറ്റബിൾ ആണോ എന്ന് അറിഞ്ഞിട്ട് പിന്നീട് വിവാഹം കഴിക്കണം. അപ്പൊ അവർ കോമ്പാറ്റബിൾ ആണ് എന്നൊരു തോന്നൽ വരുന്ന സമയത്ത് ഇവർക്ക് കുട്ടികൾ, ഞാൻ വീണ്ടും കുട്ടികളിലേക്ക് തന്നെ വരികയാണ്. കാരണം അതൊരു വലിയ ഘടകം തന്നെയാണ് നാളെയുടെ തലമുറ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ഉണ്ടാവുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് മനസ്സിലാവുന്നത് അയ്യോ ഇത് തെറ്റിപ്പോയി എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ എന്ത് ചെയ്യും? മാരേജിലേക്ക് എത്തിയിട്ടില്ല, ലിവിങ് ടുഗദർ ആണ്, എന്താ ചെയ്യാ?
ഓടോ കരയാണ്ട്. ഒരു സംശയം, താങ്കൾ യഥാർത്ഥത്തിൽ ഒരു ടെസ്റ്റ് കേസിൽ ആദ്യത്തെ 6 മാസം പോകണമെന്നുള്ള ഇതിലാണ് പറഞ്ഞത്. അതായത് രണ്ടുപേരും തമ്മിൽ ലോഹിയായി ഒരു 6 മാസം ടെസ്റ്റ് ചെയ്തു. അപ്പൊ ആ ടെസ്റ്റ് ചെയ്തതിനിടയിൽ ഒരു കുഞ്ഞുണ്ടായി പോയി. ഈ കുഞ്ഞിനെ ആര് നോക്കും? അത്തരം കാര്യങ്ങളിലേക്ക് വേണ്ട പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം ചെയ്യാൻ. ലിവിങ് ടുഗദർലി കുട്ടികളുണ്ടായെന്ന് വിചാരിക്കുക. സ്കൂളിൽ ചേർക്കുമ്പോ ഈ അച്ഛന്റെ പേര് എഴുതണല്ലോ. അപ്പൊ അത് അച്ഛന്റെ പേര് എവിടെ കൊണ്ട് എഴുതി വയ്ക്കും? അച്ഛനാണെന്ന് പറഞ്ഞില്ല. ഓപ്ഷൻ ഉണ്ട്, ഗാർഡിയൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ല, അതുണ്ടെങ്കിൽ പ്രശ്നം എന്തോ അവിടെ ആ കോളം ഫില്ല് ചെയ്യുന്ന പ്രശ്നമാണോ? അമനഗരയുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ ദേശീയ ഫില്ലിയലാണോ ഏറ്റവും വലിയ പ്രശ്നം? അതല്ല, ഞങ്ങളുടെ വായനശാലയുടെ അടുത്ത സമീപത്ത് 2 പേര് ഒരു 2 വർഷമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നവരാണ്. അതിൽ ഒരെണ്ണം ഗർഭിണിയായി കഴിഞ്ഞപ്പോ അതിന്റെ നാഥനായിട്ട് കൂടെ നടന്ന ആളെ വണ്ടി ഇടിച്ചു കത്തു. ഇപ്പൊ അത് പുറത്ത് വായനശാലയുടെ പുറയിലാണ് ഇത് പറ്റി കിടക്കുന്നത്. ഈ കുട്ടികള് സത്യത്തില് ഈ കുട്ടികൾ അനാഥരാണ്. മേനകാ ഗാന്ധി അറിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ ഒരു സമാധാനം എന്ന് പറയുന്നത്, എന്റെ അച്ഛനും അമ്മയും അങ്ങനെ ജീവിക്കാത്തതുകൊണ്ട് നമുക്ക് അഭിമാനമായിട്ട് റോഡിലൂടെ ഇതെന്റെ അച്ഛനാണ്, ഇതെന്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് നടക്കാം. സ്കൂളിൽ അച്ഛനെ വിളിച്ചുകൊണ്ട് വരേണ്ട സമയത്ത് അഭിമാനമായിട്ട് എന്റെ അച്ഛനാണ്, വെറും ഒരു ഗാർഡിയൻ എന്നുള്ള നിലയ്ക്കല്ലല്ലോ. അങ്ങനെയാണ് സങ്കല്പം. നമുക്ക് അച്ഛൻ അമ്മ ഈ ഒരു കാഴ്ചപ്പാട്. നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ് ഇതിന്റെ കാതൽ. അതായത് 2 വീക്ഷണങ്ങളാണ് ഇതിനുള്ളത്. യഥാർത്ഥത്തിൽ കുടുംബം ഉണ്ടാകുന്നത് ഒരു മാർക്സിയൻ ചിന്താഗതി പ്രകാരം പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ കൺസോൾട്ടേഷൻ ആണ്. അതായത് ഒരു ഭർത്താവും ഭാര്യയും, എന്റെ ഭാര്യയ്ക്ക് ഇത്തരം എന്റെ കുട്ടി മാത്രമേ ഉണ്ടാവൂ, ഇതാണ് ഒരു മാർക്സിയൻ വീക്ഷണം. പക്ഷെ അത് വേണമെന്നില്ല. അതായത് മാർക്സിയൻ വീക്ഷണം അല്ലെങ്കിൽ ഏഗൽസ് വീക്ഷണ പ്രകാരം ആദ്യകാലത്ത് അങ്കിൾമാരെ ഉണ്ടായിരുന്നുള്ളൂ, അച്ഛൻ എന്ന സങ്കല്പമില്ല. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഓഷോ ഒക്കെ വളരെ പോപ്പുലറൈസ് ചെയ്യുന്ന കോൺസെപ്റ്റ്. പക്ഷെ അങ്ങനെ വേണമെന്നില്ല. കാര്യം ആദിമ കാലം മുതലേ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആകുമ്പോൾ, അതായത് 5000 വർഷം മുമ്പത്തെ കാര്യമാണ് പറയണേ, ഈ സ്ത്രീക്ക് ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യണ്ടേ, ഈ സ്ത്രീ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഒരു ആണോ ആ എക്കോസിസ്റ്റമോ ഇല്ലെങ്കിൽ എങ്ങനെ ഈ സ്ത്രീ ജീവിക്കും? ഇന്ന് കാണുന്ന രീതിയിൽ കോൺട്രസെപ്റ്റീവ്സും കോണ്ടംസും ഒക്കെ വന്നിട്ട് 100 വർഷത്താഴെ ആയുള്ളൂ. ഒരു 5000 വർഷം മുമ്പുള്ള നമ്മുടെ ഹണ്ടർ ഗ്യാദറേഴ്സ് ജീവിക്കുമ്പോൾ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയാൽ അവളെ somebody should take care. അപ്പൊ ഹൂ വിൽ ടേക്ക് കെയർ? ഏതെങ്കിലും ഒരു പുരുഷൻ വേണ്ടേ? ആ റെസ്പോൺസിബിലിറ്റി വേണ്ടേ? അപ്പൊ ഇത് നമ്മുടെ സിവിലൈസേഷന്റെ ഭാഗമല്ലേ? ആര് നോക്കും? സ്വന്തം മകന് വേണ്ടി എക്സ്ട്രാ എഫേർട്ട് ആരെടുക്കും? പുരുഷൻ വേണ്ട നിർബന്ധം. പുരുഷന്റെ ആവശ്യം ആര് നോക്കും? സാറ് പറഞ്ഞാൽ സ്ത്രീകൾക്ക് നോക്കാലോ. ആ സ്ത്രീ സ്വന്തമായിട്ട് നോക്കൂ. അല്ല, ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയി 8 മാസമായി പോകുമ്പോൾ ആ സ്ത്രീ ആര് നോക്കും? ഞാൻ ഒരേ ഒരു ചോദ്യം കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് 2 വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാണ്, പക്ഷെ അവർ ഒരു കരാറിൽ ഒപ്പിട്ട് ഒരു മാരേജിലേക്ക് സമൂഹം അറിഞ്ഞ് ചെയ്യാൻ മടിക്കുന്നതിന്റെ പ്രധാന കാരണം, എന്തെങ്കിലും നാളെ എനിക്ക് ഇതിൽ നിന്നും പിന്മാറണം എന്നുണ്ടെങ്കിൽ പാടില്ല എന്നല്ലേ? അല്ലെങ്കിൽ ഞാൻ വീണ്ടും ആ ചോദ്യത്തിലേക്ക് പോകണം. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ വിവാഹിതരാണ്? MOU വരെ ഉണ്ട്, പക്ഷേ മാരേജ് എന്ന് വിളിക്കില്ല. 100% ഞാൻ യോജിക്കുന്നു. ഒരു ചെറിയ സെക്ഷൻ ഓഫ് സവർണ ഹിന്ദുസിൽ പറ്റിയ തെറ്റുകൾ സാമാന്യവൽക്കരിക്കുക. 1000 വർഷം മുമ്പ് ക്രിസ്ത്യാനികൾ കല്യാണം കഴിച്ചില്ലേ? 1000 വർഷം മുമ്പ് മുസ്ലിങ്ങൾ കല്യാണം കഴിച്ചില്ലേ? സവർണ ഹിന്ദുക്കളുടെ ഇടയിലുള്ള ചില തെറ്റായ പ്രവണതകൾ എല്ലാവരിലേക്കും 1000 വർഷം മുമ്പ് ഇവിടെ മുസ്ലിങ്ങൾ കല്യാണം, 1000 നമ്മുടെ നാട്ടിലെ സവർണ ഹിന്ദു ജനവിഭാഗങ്ങളിൽ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ടില്ലെന്ന് പറയുന്നത്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ജനവിഭാഗങ്ങളും കല്യാണം അടക്കമുള്ള കാര്യങ്ങൾ കഴിച്ചിട്ടില്ലേ? ഒരു ചെറിയ സവർണ ഹിന്ദു സമൂഹത്തിൽ പറ്റിയ തെറ്റ് കാര്യങ്ങളെ എടുത്ത് സാമാന്യവൽക്കരിച്ച് കല്യാണമില്ലായിരുന്നില്ല, പണ്ട് ഇവിടെ ആരും മേൽമുണ്ട് ധരിക്കാറില്ല, പണ്ട് ഇവിടെ എല്ലാവരും എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? ഇതാണ് യഥാർത്ഥത്തിൽ ഒരു സവർണ പാട്രിയാർക്കി. മറുപടി ഈ കാര്യങ്ങളെ കാലോചിതമായി നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. വെറുതെ അല്ല, ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാ. മാറുമറയ്ക്കെതിരെ നടന്ന സമരം അറിയാലോ. ആദ്യമായി മേൽമുണ്ട് ധരിച്ച സ്ത്രീകളെ പണിഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഒരുപാട് അല്ല, ഞാൻ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിനാണ് ഈ മാറുമറക്കൽ സമരം. അതൊക്കെ എനിക്കറിയാം. സ്ത്രീകൾ തുണിയില്ലാതെ ബ്രിട്ടീഷുകാർ പോരാടാൻ പോയപ്പോൾ തുണിയില്ലാതെ പോയി നല്ല അതിനർത്ഥം. ഇത് വെറുതെ പറയുന്നതാണ്. നമ്മുടെ നാട്ടിലെ അതായത് പണ്ടത്തെ ആൾക്കാർ കേട്ട തെറ്റിദ്ധരിക്കും ഇവിടെ സ്ത്രീകൾ ഡ്രസ്സില്ലാതെ നടന്നത്. അങ്ങനെയല്ല. പണ്ട് ചാന്നാർ വിഭാഗം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഫോർവേഡ് കാസ്റ്റ് സ്ത്രീകളെ പോലെ ഡ്രസ്സ് ധരിക്കാൻ അല്ലാതെ പണ്ട് ഇവിടുത്തെ സ്ത്രീകളെല്ലാം വിദേശികൾ വന്നപ്പോൾ ഡ്രസ്സില്ലാതെ പറയുന്ന ഇത്രേ ഉള്ളൂ. സമൂഹത്തിലുണ്ടായിരുന്ന പല കാര്യങ്ങൾക്കും എതിരെ ശക്തമായിട്ട് സമരം ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് വന്നിട്ട്. ഇപ്പൊ രാഹുൽ പറഞ്ഞു ഈ മാറുമറക്കൽ സമരത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞ. അങ്ങനെയല്ല, ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അല്ല, അങ്ങനെയല്ല. അതുപോലെ സമൂഹത്തിൽ
മാറ്റണം എന്ന് തോന്നുന്ന പല കാര്യങ്ങളെയും ഇവിടുത്തെ യുവത്വം തന്നെയാ മാറ്റിയിട്ടുള്ളത്. അപ്പൊ അത് ശക്തമായ പ്രതിഷേധങ്ങളുടെ. പക്ഷെ ഇവിടെ ഒരു വിഭാഗം പറയുന്നത് ഈ പുതിയ ജനറേഷൻ ചെയ്യുന്നത് മൊത്തം തെറ്റാണെന്നാണ്. എല്ലാ കാലത്തും സ്ത്രീ പുരുഷ അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ, ലൈംഗികത ഉണ്ടാവുമല്ലോ, പ്രണയം ഉണ്ടാവുമല്ലോ, സ്നേഹം ഉണ്ടാവുമല്ലോ. ഇതിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ഫോം ഉണ്ടെങ്കിൽ സെക്യൂരിറ്റി ഉണ്ടാവുന്നേ പറയുന്നുള്ളൂ. ഇന്ന് ലിവിന് പോലും കോടതികൾ അതുകൊണ്ടാണ് മാരേജിനോട് ചേർത്ത് വെച്ച് പേഴ്സണൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. തുടക്കം മുതൽ ഇവിടെ വീണ്ടും ഐഡിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് പെണ്ണ് കുട്ടി എന്നുള്ള ഒരു ക്യൂർ വ്യക്തി എന്നുള്ള എനിക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ അങ്ങനല്ലേ? അല്ല 99% മെജോറിറ്റി അല്ലേ? എത്ര പെർസെന്റേജ് ക്യൂർ ജനവിഭാഗമുണ്ട്? പറയൂ, കണക്ക് പറയൂ. എത്ര പെർസെന്റേജ് ക്യൂർ LGBT? അതുകൊണ്ട് മെജോറിറ്റി നിങ്ങളെ ഏറ്റവും ബഹുമാനിക്കുന്നു. പക്ഷെ അതിനർത്ഥം ഇവിടെ ഒരു ഹ്യൂജ് മെജോറിറ്റി ഉള്ളപ്പോ അതിനെക്കുറിച്ച് ഇത് മാത്രമാണ് നോർമൽ, ഇതാണ് യഥാർത്ഥ ജീവിതം എന്ന് നിങ്ങളുടെ പാരഡൈം അംഗീകരിക്കുന്നു. പക്ഷേ ബഹുഭൂരിപക്ഷം ഫോളോ ചെയ്യുന്ന ഹ്യൂജ് മെജോറിറ്റി ഉണ്ട്. 4 to 5% താഴെയുള്ളതല്ലേ? വാക്ക് വിളിക്കണ്ട, നിങ്ങളെ അത് അപമാനിക്കുന്നു. കുടുംബം എന്ന് പറയും തന്നെ ഒരാണ് പെണ്ണ് കുട്ടി മാത്രമേ ഞങ്ങളെ മനസ്സിൽ പോലും വരുന്നുള്ളൂ. ആദ്യം തൊട്ടേ ഇപ്പൊ ഇത്രയും നേരം ഇവിടെ സംസാരിക്കുമ്പോൾ ആണ് ഭാര്യ ഭർത്താവ് കുട്ടി അല്ല ഭർത്താവ് കുട്ടി. ഒരു കാര്യം ഭർത്താവിനും കുട്ടിക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ സുപ്രീം കോടതി. നിങ്ങൾ പോയെന്താ ആ കുട്ടിയെ ദത്തെടുക്കാനുള്ള അവകാശം വേണ്ടിയിട്ടാ? മാത്രമല്ല പിന്നെ കല്യാണം വേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ജീവിക്കാന്ന് പറയായിരുന്നല്ലോ. എന്തിനാ സുപ്രീം കോടതി പോയത്? നിങ്ങൾ സുപ്രീം കോടതി എന്ന വ്യവസ്ഥാപിത സ്ഥാപനത്തിന്റെ അംഗീകാരം നേടി ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാണ്. ഇവരെ പോലെയല്ല, ഇവരെക്കാട്ടി കൺസർവേറ്റീവ് ആണ്. ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി വാതിൽ